ഉമ്മൻചാണ്ടിയുടെ മകൻ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് പോകുമ്പോൾ അതിന്റെ അർത്ഥം വേറെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളിയിലെ MLA ശ്രീ ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പോയി അയ്യപ്പനെ വണങ്ങി മടങ്ങി വന്നു. ചില ദിവസങ്ങൾക്ക് മുൻപ് ചാണ്ടി ഉമ്മൻ വത്തിക്കാനിലായിരുന്നു. ഒരു സർവമത സമ്മേളനത്തിന്റെ ഭാഗമായി വത്തിക്കാനിൽ പോയിട്ട് മടങ്ങി വന്ന ഉടനെ കെട്ടും കെട്ടി അദ്ദേഹം ശബരിമലയ്ക്കാണ് പോയത്. അദ്ദേഹം ശബരിമലയിൽ പോയതിലോ അയ്യപ്പനെ വണങ്ങിയതിലോ ഒന്നും എനിക്ക് പരാതിയില്ല. അദ്ദേഹത്തിന്റെ ആശയം അതാണെങ്കിൽ, അദ്ദേഹത്തിന്റെ താല്പര്യം അതാണെങ്കിൽ അദ്ദേഹം ശബരിമലയിൽ പോകട്ടെ, അയ്യപ്പനെ വണങ്ങട്ടെ, അതിനൊന്നും ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഒരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഉമ്മൻചാണ്ടിയുടെയും മറിയാമ്മയുടെയും മകനായി ജനിച്ച് പുതുപ്പള്ളി പള്ളിയിലെ മാമോദീസ വെള്ളം വീണ ചാണ്ടിക്കുഞ്ഞ് എങ്ങനെയാണ് ശബരിമലയിൽ പോയി അയ്യപ്പനെ വണങ്ങിയത്? എല്ലാ വർഷവും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുമായി ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമലയിലേക്ക് തീർത്ഥാടനം നടത്തുന്നുണ്ട്. അവരെല്ലാവരും ശബരിമല അയ്യപ്പനെ കണ്ട് മോക്ഷം പ്രാപിക്കുവാൻ വേണ്ടിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. എന്നാൽ ചാണ്ടി ഉമ്മന്റെ ഈ യാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തന്റെ സങ്കടങ്ങളെല്ലാം അയ്യപ്പനോട് പോയി പറഞ്ഞു, സങ്കടങ്ങൾ കേൾക്കുന്ന വ്യക്തിയാണ് അയ്യപ്പൻ എന്നൊക്കെയാണ് ചാണ്ടി ഉമ്മൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ക്രൈസ്തവ സഭകളിൽ ഏറ്റവും കൺസർവേറ്റീവായ പാരമ്പര്യ സഭയാണ് ഓർത്തഡോക്സ് സഭ. ഓർത്തഡോക്സ് സഭയുടെ അംഗമായിരിക്കുന്ന ചാണ്ടി ഉമ്മൻ എങ്ങനെയാണ് ആ സഭാബന്ധം ഉപേക്ഷിക്കാതെ ശബരിമലയിൽ പോകുവാൻ പറ്റുന്നത്? അതായത് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം അനുസരിച്ചും വിശ്വാസ പ്രമാണം അനുസരിച്ചും നിക്യ വിശ്വാസ പ്രമാണത്തിലും വേദപുസ്തകത്തിലെ 10 കൽപ്പനകളിലുമൊക്കെ ശക്തമായ അടിത്തറയിട്ടിട്ടുള്ള സഭയാണ് ഓർത്തഡോക്സ് സഭ. 10 കൽപ്പനകളിൽ ആദ്യത്തെ പ്രമാണങ്ങൾ തന്നെ ലംഘിച്ചിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്നാണ് കർത്താവിന്റെ പ്രമാണം. യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, വിഗ്രഹത്തെ വണങ്ങരുത് എന്നാണ് രണ്ടാമത്തെ പ്രമാണം. ഈ 2 പ്രമാണങ്ങളും ചാണ്ടി ഉമ്മൻ ലംഘിച്ചിരിക്കുന്നു. ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുവാനുണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇരുമുടി കെട്ടുമേന്തി ശബരിമലയിലേക്ക് യാത്ര ചെയ്ത മല കയറിയ ചാണ്ടി ഉമ്മൻ മറ്റയ്യപ്പന്മാരോടൊപ്പം ഉരുവിടാൻ സാധ്യതയുള്ള ഒരു ശരണമന്ത്രമുണ്ട്. അയ്യപ്പൻ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്നാണത്. അയ്യപ്പ നിന്റകത്വവും സ്വാമി നിന്റകത്വവും, ഇതാണ് ആ വാക്കിന്റെ പൂർണ്ണ രൂപം. അതായത് അയ്യപ്പന്റെ അകത്ത് ഓം എന്ന ആദിമന്ത്രമാണ്, സ്വാമി നിന്റെ അകത്തും ഓം എന്ന ആദിമന്ത്രമാണുള്ളത്. ഇനി എന്താണ് ഓം? ഹൈന്ദവ വിശ്വാസ പ്രമാണം അനുസരിച്ച് പരബ്രഹ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദമാണ്, മന്ത്രമാണ് ഓം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ചാണ്ടി ഉമ്മൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ആ പരബ്രഹ്മത്തെയാണ് തന്റെ ദൈവമായി താൻ കണക്കാക്കുന്നത്, തന്നിൽ വസിക്കുന്നത് പരബ്രഹ്മമാണ് എന്ന ഹൈന്ദവ ദൈവ സങ്കല്പം ചാണ്ടി ഉമ്മൻ ഏറ്റെടുക്കുന്നു. ഇത് ക്രൈസ്തവ വിശ്വാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? യാതൊരു ബന്ധവുമില്ല. ഓർത്തഡോക്സ് സഭയുടെയും ക്രൈസ്തവ സഭയുടെയും ദൈവവിശ്വാസം എന്ന് പറയുന്നത് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം. ഇതിന് പരബ്രഹ്മത്തിൽ അടങ്ങിയിരിക്കുന്ന ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന ദൈവങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവവിശ്വാസമാണ് ക്രൈസ്തവ സഭയ്ക്കുള്ളത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്നുള്ള ആ കൽപ്പന ലംഘിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ ശബരിമലയിൽ ദർശനം നടത്തിയപ്പോൾ ഓർത്തഡോക്സ് സഭയോടും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോടും ചാണ്ടി ഉമ്മൻ വിട പറഞ്ഞിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ചാണ്ടി ഉമ്മൻ അതിന് സ്വാതന്ത്ര്യമുണ്ട്. മതം മാറുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണിത്. വിശ്വാസങ്ങൾ മാറുവാൻ നമുക്ക് അവകാശമുണ്ട്. ചാണ്ടി ഉമ്മൻ അത് തുറന്നു പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പുറത്തും ഇപ്പുറത്തും രണ്ടു വള്ളത്തിൽ കാൽ ചവിട്ടി നിന്നുകൊണ്ട് ഹൈന്ദവരുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ, അല്ലെ BJP-ക്കാരുടെ ഗുഡ് ബുക്കിൽ വരുവാൻ ഒരു തന്ത്രമായിട്ടാണ് ചാണ്ടി ഉമ്മൻ ശബരിമലയിൽ പോയതെങ്കിൽ അത് ആ സമൂഹത്തോടു കൂടെ ചെയ്യുന്ന നീതികേടാണ് എന്ന് ഞാൻ തുറന്നു പറയട്ടെ. കാരണം ലക്ഷക്കണക്കിന് ഭക്തന്മാർ അവരുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി അവരുടെ തീവ്ര വേദനകളുമായി മോക്ഷം തേടി ശബരിമലയിലേക്ക് പോവുകയാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മോക്ഷം എന്നുള്ളത് അവന്റെ സങ്കല്പത്തിൽ പോലുമുള്ള കാര്യമല്ല. ക്രിസ്ത്യാനിക്ക് ആത്മരക്ഷയാണ് പ്രധാനം. ആത്മരക്ഷ ഉണ്ടാകുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താലും അവന്റെ രക്തത്താലും മാത്രമാണെന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുമ്പോൾ അതിനെ ഉപേക്ഷിച്ച്, യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ചല്ലാതെ ഒരു സത്യക്രിസ്ത്യാനിക്ക് ശബരിമലയിലേക്ക് പോകുവാൻ സാധിക്കത്തില്ല. അങ്ങനെയാണ് ചാണ്ടി ഉമ്മൻ പോയിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ ഒരു തീരുമാനമെടുത്തു, പോകട്ടെ, അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ തിരിച്ചു വന്ന് അദ്ദേഹം വീണ്ടും ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായി നിൽക്കുന്നെങ്കിൽ ഉത്തരം കണ്ടെത്തേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എന്താണ് ചാണ്ടി ഉമ്മൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ചാണ്ടി ഉമ്മൻ ലക്ഷ്യമിടുന്നത്? ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ഈ കേരളത്തിൽ ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവാണ്. പുതുപ്പള്ളി പള്ളിയിലെ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ ഇന്നും ആളുകൾ എത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തിനുള്ള അംഗീകാരത്തിന്റെ തെളിവായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ആ ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു, മന്ത്രിയായിരുന്നു, ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു. പലതവണ അദ്ദേഹം ശബരിമലയിൽ പോയിട്ടുണ്ടാകാം. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഇരുമുടിക്കെട്ടുമായി ആരാധനയ്ക്ക് വേണ്ടി, തൊഴാൻ വേണ്ടി ശബരിമലയിൽ പോയിട്ടില്ല, അയ്യപ്പനെ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്രമീകരണങ്ങൾ എന്തൊക്കെയായി എന്ന് നോക്കാനായിരിക്കും അദ്ദേഹം പോയിട്ടുള്ളത്, ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ കലക്ടർ നിരന്തരം ശബരിമലയിൽ പോകേണ്ട ആളാണ്. അദ്ദേഹം ഏതു മതവിശ്വാസിയാണെങ്കിലും അദ്ദേഹം അവിടെ പോകേണ്ടി വരും, ക്രമീകരണങ്ങൾ നോക്കേണ്ടി വരും. ആ അർത്ഥത്തിൽ മാത്രമാണ് ഉമ്മൻചാണ്ടി ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ളത്. അതേസമയം ഉമ്മൻചാണ്ടിയുടെ മകൻ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് പോകുമ്പോൾ അതിന്റെ അർത്ഥം വേറെയാണ്. അപ്പൻ ചെയ്യാത്ത ഒരു കാര്യം, 50 വർഷം ഒരു മണ്ഡലത്തിന്റെ MLA ആയിരുന്നിട്ട് ഒരിക്കൽ പോലും, ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നിട്ട് ഒരിക്കൽ പോലും തന്റെ അപ്പൻ ചെയ്യാത്തൊരു കാര്യം മകൻ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങൾ വേറെയാണ്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേറെയാണ്. ഇത് പുതുപ്പള്ളിയിലെ ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കിയാൽ അടുത്ത തവണ ഉമ്മൻചാണ്ടിയുടെ മകന് പുതുപ്പള്ളിയിൽ നിന്ന് വിജയിക്കുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരന് ജനങ്ങളോട് കുറഞ്ഞപക്ഷം ശുദ്ധമായ മനസ്സോടെ ഇടപെടുവാൻ സാധിക്കണം. കപടത കാണിക്കുവാൻ പാടില്ല, ഇരുമുഖം കാണിക്കുവാൻ പാടില്ല. രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നത് മുഴുവൻ എപ്പോഴും ആളുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാരാളം മുസ്ലിം MLA-മാരുണ്ട്. അവർക്ക് പല ഹൈന്ദവരും വോട്ട് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാരും ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി ആരാധിക്കാനോ ഒരു ഹൈന്ദവ ദേവാലയത്തിൽ പോയി നിലവിളക്ക് കൊളുത്തുവാനോ അവർ തയ്യാറാകുന്നില്ല. അവരുടെ വിശ്വാസത്തിൽ നിൽക്കുന്നതിനെയാണ് മറ്റു മതക്കാർ മാനിക്കുന്നത്. ചാണ്ടി ഉമ്മൻ കുറഞ്ഞപക്ഷം ഇതെങ്കിലും മനസ്സിലാക്കണം. മറ്റൊരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ശ്രീ ഉമ്മൻചാണ്ടിയുടെ അവസാന കാലഘട്ടത്തിൽ വലിയ വിവാദമുണ്ടായി. വിവാദം ഇതാണ്, അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുന്നു. മകനും ഭാര്യയും ചേർന്നാണ് ചികിത്സ നിഷേധിക്കുന്നത്. അതിന്റെ കാരണമായി പറഞ്ഞു കേട്ടത് അവര് പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു, ഏതോ പെന്തക്കോസ്ത് സഭയിൽ അംഗമായിരിക്കുന്നു, പ്രാർത്ഥനയിലൂടെയുള്ള രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മരുന്ന് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെയായിരുന്നു ഇവിടെ ഉയർന്ന വിവാദം. ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, ചാണ്ടി ഉമ്മനോ അദ്ദേഹത്തിന്റെ അമ്മ മറിയാമ്മയോ
കേരളത്തിലെ ഒരു വ്യവസ്ഥാപിത പെന്തക്കോസ്ത് സഭയുടെയും അംഗങ്ങളല്ല. ഒരു വ്യവസ്ഥാപിത പെന്തക്കോസ്ത് സഭയോടും അവർക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഭവനിൽ ഉമ്മൻചാണ്ടി രോഗിയായി കിടക്കുമ്പോൾ ധാരാളം ആളുകൾ അവിടെ ചെന്നിട്ടുണ്ടാകാം. ആ കൂട്ടത്തിൽ തിരുവനന്തപുരം ഭാഗത്തുള്ള ധാരാളം പെന്തക്കോസ്ത് സഭകളുടെ ശുശ്രൂഷകന്മാരോ വിശ്വാസികളോ ഒക്കെ അവിടെ ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാണ്ടി ഉമ്മന്റെ മാതാവിന് ഇങ്ങനെയുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങളോടും പ്രാർത്ഥനക്കാരോടും ഒക്കെ അല്പ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, കേരളത്തിലെ ഒരു വ്യവസ്ഥാപിത പെന്തക്കോസ്ത് സഭയും മരുന്ന് ചെയ്യുന്നതിനെതിരല്ല. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ആകമാനം എടുത്ത് പരിശോധിച്ചാൽ മെഡിക്കൽ ഫീൽഡിൽ ധാരാളം ആളുകൾ ക്രൈസ്തവ സഭകളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ലോകമെങ്ങും ഇങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ ആനുപാതികമായി എടുത്ത് പരിശോധിച്ചാൽ പെന്തക്കോസ്ത് സഭകളിൽ നിന്നുള്ളവരാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പെന്തക്കോസ്ത് സഭകൾ മരുന്ന് ചെയ്യുന്നതിനെയോ ചികിത്സ ചെയ്യുന്നതിനെയോ ഒരു തരത്തിലും എതിർക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തു രോഗസൗഖ്യം നൽകുമെന്നും പ്രാർത്ഥനയിലൂടെ വിടുതൽ ഉണ്ടാകുമെന്നും പെന്തക്കോസ്ത് സഭക്കാർ വിശ്വസിക്കുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാ ക്രിസ്തീയ സഭകളും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ? എല്ലാവരുടെയും അടിസ്ഥാന വിശ്വാസം യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അതുകൊണ്ട് ചികിത്സ നിഷേധിക്കുന്ന ഒരു സഭയാണ് പെന്തക്കോസ്ത് എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിസ്ഥാനപരമായി തെറ്റായ ഒരു ധാരണയാണെന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. അപ്പൻ മുഖ്യമന്ത്രിയായിരുന്നത് കൊണ്ടും ജനകീയനായിരുന്നത് കൊണ്ടും അതിന്റെ നേരവകാശി എന്നുള്ള നിലയിൽ മാത്രമാണ് ചാണ്ടി ഉമ്മന് പുതുപ്പള്ളിയിൽ മത്സരിക്കുവാനും MLA ആകുവാനും അവസരം ലഭിച്ചത്. മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് പുതുപ്പള്ളിക്കാർ ചാണ്ടി ഉമ്മനെ MLA ആയി തിരഞ്ഞെടുത്തത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചാണ്ടി ഉമ്മന്റെ സമീപകാലത്തായിട്ടുള്ള നടപടികൾ ഉമ്മൻചാണ്ടിയുടെ പേരിന് കളങ്കം വരുത്തുന്നതാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി വിചാരിക്കേണ്ടതില്ല. ഏതായാലും ചാണ്ടി ഉമ്മൻ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്താണെന്നും അദ്ദേഹത്തിന്റെ മതപരമായ പ്രഖ്യാപനങ്ങൾ എന്തായിരിക്കുമെന്നും അറിയുവാൻ നമുക്ക് കൗതുകമുണ്ട്. ആ കൗതുകത്തോടെ ഞാൻ കാത്തിരിക്കുന്നു. അതുപോലെ പുതുപ്പള്ളിക്കാർക്കും അത് അറിയുവാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.